ഹോട്ടൽ മേഖലയെ ആശങ്കയിലാഴ്ത്തി LPG പ്രതിസന്ധി. വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം വൈകുന്നതോടെ പല ഹോട്ടലുകളുടെയും അടുക്കള പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലാകുകയാണ്. സിലിണ്ടർ ലഭിക്കാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയുടെ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളാണ് പ്രശ്നത്തിന് കാരണം എന്ന് വിലയിരുത്തലുണ്ട്. പ്രതിസന്ധി തുടർന്നാൽ ഹോട്ടൽ പ്രവർത്തനത്തെയും ഭക്ഷണ വിലയെയും ഇത് ബാധിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളത്തിലെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു പുതിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറുകളുടെ ലഭ്യതയിൽ ഉണ്ടായ തടസ്സം കാരണം പല ഹോട്ടലുകളുടെയും അടുക്കള പ്രവർത്തനം തന്നെ ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഹോട്ടൽ ഉടമകൾ ഗ്യാസ് ലഭിക്കാൻ വൈകുന്നതായി പരാതി ഉയർത്തുകയാണ്. സാധാരണയായി ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവ വലിയ തോതിൽ വാണിജ്യ LPG സിലിണ്ടറുകൾ ഉപയോഗിച്ചാണ് ദിവസേന പാചകം നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി സിലിണ്ടറുകൾ ലഭിക്കാൻ വൈകുന്നതും ആവശ്യത്തിന് വിതരണം നടക്കാത്തതുമാണ് പ്രശ്നം. മുമ്പ് ആവശ്യപ്പെട്ടാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ സിലിണ്ടറുകൾ ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും കുറച്ചു ദിവസങ്ങൾ വരെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെന്ന് ഹോട്ടൽ മേഖലയിലെ സംഘടനകൾ പറയുന്നു. പ്രത്യേകിച്ച് വലിയ നഗരങ്ങളായ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് ദിവസേന വലിയ തോതിൽ ഗ്യാസ് ആവശ്യമാണ്. അതിനാൽ സിലിണ്ടർ വിതരണം ചെറിയ തോതിൽ പോലും വൈകിയാൽ അടുക്കള പ്രവർത്തനം താളം തെറ്റും. ചില ചെറിയ ഹോട്ടലുകൾക്ക് പാചകത്തിനായി ഗ്യാസ് ലഭിക്കാത്ത സാഹചര്യത്തിൽ മറ്റു ഹോട്ടലുകളിൽ നിന്ന് സിലിണ്ടർ കടം വാങ്ങി പ്രവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. LPG വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയാണ് കേരളത്തിൽ ഗ്യാസ് വിതരണം നടത്തുന്നത്. ചില പ്രദേശങ്ങളിൽ വിതരണ ശൃംഖലയിൽ ഉണ്ടായ തടസ്സം, ഗതാഗത വെങ്കൽ ആവശ്യകത വർദ്ധിച്ചത് തുടങ്ങിയ കാരണങ്ങളാലാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഈ പ്രതിസന്ധി തുടർന്നാൽ അതിന്റെ പ്രതിഫലം സാധാരണ ജനങ്ങളിലേക്കും എത്താൻ സാധ്യതയുണ്ട്. ഗ്യാസ് ലഭ്യത കുറയുന്നതോടെ ഹോട്ടലുകൾക്ക് പാചക ചെലവ് കൂടുകയും അതിനൊപ്പം ഭക്ഷണവില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യാം. ചില ചെറിയ ഹോട്ടലുകൾക്ക് പ്രവർത്തനം തന്നെ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇതിനാൽ ഹോട്ടൽ മേഖലയിലെ സംഘടനകൾ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം സാധാരണ നിലയിലാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഗ്യാസ് വിതരണം വേഗത്തിൽ സാധാരണ നിലയിലായില്ലെങ്കിൽ ഹോട്ടൽ അടുക്കളകളിൽ ആശങ്കയുടെ പുക കൂടുതൽ കട്ടിയാകും എന്നാണ് മേഖലയിലെ ആളുകൾ മുന്നറിയിപ്പ് നൽകുന്നത്.